ഒരു പവൻ പറയും. ഒരു പവൻ. അപ്പോൾ നമ്മൾ ചെയ്ത് വന്നപ്പോൾ കുറഞ്ഞു ലേശം കുറഞ്ഞു പോയി. അപ്പോൾ അത് ഒരു ഗ്രാമാക്കാണ്, തൂക്കാക്കാണ്. ഇതിൻ്റെ മേലെ കട്ടിങ്ങും പോളിഷൊക്കെ വരാണ്ടേ. അപ്പോൾ നോക്കുമ്പോൾ ആ തൂക്കം നമുക്ക് കിട്ടില്ലത്. ഒരു പവൻ കിട്ടില്ല. അപ്പോൾ അതിന് ലേശം പൊടി നമ്മളെ വിളക്ക് സോൾഡറിങ് ആയി കെട്ടിക്കഴിഞ്ഞാൽ തൂക്കം റെഡിയാവും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജോയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ തൂക്കം കറക്റ്റാവും. അതായത് ഒരു പവൻ 8 ഗ്രാമാണ് വേണ്ടത്. പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ വെക്കണം. പണിത് പോളിഷ് ചെയ്ത് ഒക്കെ കട്ടിങ് കഴിഞ്ഞാൽ നമുക്കത് 8 ഗ്രാം തീർന്നു കിട്ടുള്ളൂ. അതാണ് അതിന് പോളിഷിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ലോസ് വരും. അതെ, ലോസ് വരും. ആ ലോസിന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് നമ്മളത് കരുതണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പവൻ കിട്ടില്ല. ഒരു 1/2 ഗ്രാമൊക്കെ ഇതിൽ കുറവ് വരും. ഒരു സീനം വെച്ച് കഴിഞ്ഞാൽ മെഷീൻ കറക്റ്റാവും. 1/2 ഗ്രാം കൂടുന്നത്. അപ്പോൾ നമ്മളത് കുറവടിച്ച് കഴിഞ്ഞാൽ പാർട്ടി കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാവും. എത്ര കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട് ചേട്ടൻ? ഞാനത് 15 വർഷത്തിന് മേലെ ഫീൽഡിലുണ്ട്. പേര് പറഞ്ഞില്ല. പേര് ദിലീപ്. നാട് എടപ്പാള് പറയും. നാട്. നമ്മളെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഏകദേശം ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ്. ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിച്ചിട്ട് നമ്മളെ കയ്യിൽ ജോലി കറക്റ്റ് കയ്യിലാക്കണമെങ്കിൽ ഒരു 3-4 വർഷം എന്തായാലും പഠിക്കും. നമ്മളതൊരു കൈ വർക്കല്ലേ. അപ്പോൾ നമ്മളത് നാദാപുരം അതുപോലെ കൊടുവള്ളി എന്ന സ്ഥലം. കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജ്വല്ലറി കരഞ്ഞ ഏറ്റവും കൂടുതൽ ജ്വല്ലറിയുള്ള സ്ഥലമാണ് കൊടുവള്ളി. അവിടെയാണ് ഏറ്റവും കൂടുതൽ ജ്വല്ലറി ഉള്ളത്. കോഴിക്കോട് കൊടുവള്ളി അവിടെയാണ് ഫസ്റ്റ് പോയുള്ളത്. പിന്നെ നാദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വടകര നാദാപുരം പോയിട്ട് അവിടെ പോയിട്ട് അതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ പണി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ തൃശ്ശൂരിലാണ് നമ്മളെ ആൾക്കാരൊക്കെ പണി പഠിപ്പിച്ചുള്ള ആശാന്മാരൊക്കെ. തൃശ്ശൂർ ഭാഗത്തുള്ള പല സ്ഥലത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അന്നൊക്കെ അപ്പോൾ അവരൊക്കെ പണിയൊക്കെ നിർത്തിയിട്ടുണ്ടാവും. നമ്മളത് തുടർന്ന് പോവാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മേഖല കൊണ്ടുപോകാൻ. കാരണം വെച്ചാൽ നമുക്കിതിന് വർഷം തോറും നമുക്കുള്ള കൂലി നമുക്ക് കുറവാണ് വരുന്നത്. കൂടുതലൊന്നും നമുക്ക് കിട്ടുന്നില്ല. കുറവാണ്. കാരണം ഇതൊരു കോമ്പറ്റീഷൻ ഇതായ കാരണേ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ ഒറ്റപ്പെട്ട പണിക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മെച്ചമൊന്നുമില്ല. ഈ കുറവ് വരുമ്പോൾ ജ്വല്ലറിയിലൊക്കെ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ സ്വർണ്ണം ഇങ്ങോട്ട് വന്നിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അഡീഷണൽ അങ്ങോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയി തുടങ്ങിക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ എക്സ്പെർട്ടായി. ഈ മേഖലയിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് വേറൊരു മേഖല നമുക്ക് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മളെ പ്രായത്തിൻ്റെ അതും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചൊരു മേഖല ഏത് തൊഴിലാണ് ശരി അതിൽ നിന്നിട്ട് നമ്മൾ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു കാഴ്ചപ്പാടാണ്. ഏത് മേഖലയായാലും ശരി. ബാക്കിയുള്ള മേഖല വലിയ കുഴപ്പമില്ല. വർഷം തോറും മറ്റേ മേക്കിംഗ് ചാർജൊക്കെ കൂടുതലുണ്ട്. ഈ മേഖല കാരണം താഴത്തേക്ക് പോണത്. അങ്ങനെ വിഷയം വരുന്നുണ്ട് ഇതിന്. സ്വർണം പിന്നെ ഈ പണിയിലെ കുറവുകൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുന്നില്ല. മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടില്ല. ആദ്യമൊക്കെ കിട്ടിയിരുന്നു, മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടിയിരുന്നത്. ഇതിപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടണില്ല. അത് നമ്മുടെ കൂലിക്കകത്ത് പറയുക. അതെ. നമ്മളിപ്പോൾ ഇതിനൊരുപാട് ഇത് നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് പൈസ വരെ നമുക്ക് തുച്ഛമായ വരുമാനമുള്ളൂ. ഇത് വർക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെ കൂലി കിട്ടുന്നത് തുച്ഛമായിട്ടുള്ളൂ. ഈ കുറവ് നികത്തുമ്പോൾ ഒരുപാട് പൈസ വരികയാണ്. പരമാവധി കുറവില്ലാതെ പണിയെടുക്കാൻ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ ചെയ്യണത്. നമ്മളിത് മെൽറ്റ് ചെയ്യും. മെൽറ്റ് ചെയ്യും.
1.5 ഇതിനകത്ത് കുറച്ചുകൂടെ മത്സരം അത് കുറവാണ്. അത് പോലെ നമുക്ക് തീരെ കുറവാണ്. ഇത് കറക്റ്റ് 12 ഓക്കെ ഓക്കെ. ചെറിയ ലാസ് കൂടി കയറ്റണത് ഇതിനകത്ത് ലേശം അതിനകത്ത് ഇതാവുള്ളൂ. ഹോൾമാർക്ക് ഇല്ലാത്തുമ്പോഴുള്ള ഒരു സീനാണിത്. 7 മുദ്ര 916. ഇനി ഇത് ഈ പീസ് കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുക്കും. കട്ട് ചെറിയ പീസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വളയം വെച്ച് വളക്കും. 916 ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ട് വെച്ച് ഇളക്കി കഴിഞ്ഞാൽ കറക്റ്റാവും. മൂല്യം എന്തുള്ളൂ ഇപ്പോൾ വരുന്നത് 916 മാത്രം, വേറെ ഒന്നുമില്ല നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇത് നമ്മളിത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹോൾമാർക്കിൽ പാസ്സാവില്ല. അത് കമ്പ്യൂട്ടറിൽ ഇതിന് പരിശുദ്ധി നോക്കി. അപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യും. ഹോൾമാർക്ക് ചെയ്യത്തില്ല. ഇത് പരിശുദ്ധി കുറവാണെന്നിട്ട് നമുക്ക് റിട്ടേൺ തരും. പിന്നെ അത് ഒരുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് ഒരുക്കുക എന്നുള്ളതുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ അതിന് നല്ല അതിനനുസരിച്ച് നമ്മളിതിൻ്റെ വെറ്റിംഗ് ഇതൊക്കെ കയറ്റുന്നത് അതിന് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുള്ളൂ.